ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കാം 5ാം ക്ലാസ്സിൻ്റെ കേട്ടോ സ്റ്റാൻഡേർഡ് 5ൻ്റെ മാത്സ് ആണ്. ഈക്വൽ ഷെയറിങ് നമ്മൾ കുറച്ച് ഭാഗം എടുത്ത് നിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈക്വൽ ഷെയറിങ് ഭാഗം വയ്ക്കൽ, അതിൽ ട്രിക്സ് വിത്ത് സീറോ എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സ്കോളർഷിപ്പാണ് കേട്ടോ. സ്കോളർഷിപ്പ് എന്ന കാറ്റഗറിയിൽ വരുന്ന പ്രോബ്ലംസാണ് ചെയ്യാൻ പോകുന്നത്. ഏതാണ്? സ്കോളർഷിപ്പ്. ഓക്കെ, സ്കോളർഷിപ്പ് പഠിക്കാം. സ്കോളർഷിപ്പിൽ ക്വസ്റ്റ്യൻ വായിക്കാം. ദ സ്കൂൾ ഓഫീസ് ഗോട്ട് 16,425 rupees to distribute equally among 15 students as scholarship. How much should be given to each? അതായത് സ്കൂൾ ഓഫീസിൽ 16,425 രൂപ സ്കോളർഷിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ സ്കോളർഷിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് 15 കുട്ടികൾക്കായിട്ട് വീതിച്ചു കൊടുക്കണം. 15 കുട്ടികളുടെ സ്കോളർഷിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് അവർക്ക് ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒരുപാട് ഈസി മെത്തേഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്നും കണ്ട് പേടിക്കേണ്ട, വളരെ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഹരിക്കുക. ഹരണം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഡിവിഷൻ്റെ ബേസിക് റൂളുകളൊക്കെ അല്ലേ. എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും അതിൽ? ഡിവിഡൻറ്റ്, ഡിവൈസർ, അതുപോലെ തന്നെ കോഷ്യൻ്റ്, റിമൈൻഡർ, ഹാര്യം, ഹാരകം, ഹരണഫലം, ശിഷ്ടം. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഡിവിഡൻറ്റ്, ഡിവൈസർ, കോഷ്യൻ്റ്, റിമൈൻഡർ. ഏതൊക്കെയാണ്? ഹാര്യം, ഹാരകം, അത് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. ഹാര്യം, ഹാരകം, ഹരണഫലം, ശിഷ്ടം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതറിയാത്തവർക്ക് കൂടി ഒന്നുകൂടെ പറയാണ്, അത് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഭാഗത്ത് ലാസ്റ്റ് ഭാഗത്തൊക്കെ വരുന്നുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ ഉള്ള ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാവേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ 14 / 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതും. ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ 14 / 2. 14നെ 2 കൊണ്ട് ഹരിക്കുക. 14 ഡിവിഡൻറ്റ്, ഡിവൈസർ. ഇനി നമുക്ക് കിട്ടുകയാണ് 2 7 14 0. എക്സാമ്പിൾ വൈസ് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതിനു വേണ്ടി എങ്ങനെ പറയുന്നത്? ദിസ് ഈസ് ഡിവിഡൻറ്റ്. എന്താണ്? ഡിവിഡൻറ്റ്. ദിസ് ഈസ് ഡിവൈസർ. ദിസ് ഈസ് കോഷ്യൻ്റ്, റിമൈൻഡർ. ഓക്കെ. ഹാര്യം, ഹാരകം, ഹരണഫലം, ശിഷ്ടം. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഹാര്യം, ഹാരകം, ഹരണഫലം, ശിഷ്ടം. അതായത് ഡിവിഡൻറ്റ്, ഡിവൈസർ, കോഷ്യൻ്റ്, റിമൈൻഡർ. ഓക്കെ. കോഷ്യൻ്റ്, റിമൈൻഡർ. ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ സ്കോളർഷിപ്പിൻ്റെ പ്രോബ്ലമാണ്. അതാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഈ കോഷ്യൻറ്റും റിമൈൻഡറൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ. സ്കോളർഷിപ്പ് എമൗണ്ട് is equal to 16,400 എത്ര പറഞ്ഞുള്ളത്? സ്കോളർഷിപ്പ് 16,425. നമ്പർ ഓഫ് സ്റ്റുഡൻസ് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്ന സ്റ്റെപ്പ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 15. therefore എന്താ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? ഹൗ മച്ച് ഷുഡ് ബി ഗിവൺ ടു ഈച്ച് അല്ലേ. ഹൗ മച്ച് ഷുഡ് ഗിവൺ ടു ഗെറ്റ് ഈച്ച് ആണല്ലേ. ഹൗ മച്ച് ഷുഡ് ബി ഗിവൺ ടു ഈച്ച്. അപ്പോൾ each students
ഗെറ്റ് സ്കോളർഷിപ്പ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും കിട്ടേണ്ടതായിരിക്കും അത് നമ്മൾ കണ്ടെത്തണം. അതായത് 16,425 ഡിവൈഡഡ് 50. 16,425 15 കൊണ്ട് ഈച്ച് സ്റ്റുഡൻസ് ഗെറ്റ് എന്ന് എഴുതാൻ, അല്ലെങ്കിൽ ഈച്ച് സ്റ്റുഡൻസ് ഗെറ്റ് സ്കോളർഷിപ്പ് എത്രയായിരിക്കും? 16,425 15 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. അതാണല്ലോ ഈക്വൽ ഷെയറിങ്, ഭാഗം വെച്ച് കൊടുക്കണം. അപ്പോൾ ടെക്സ്റ്റിൽ പല മെത്തേഡിൽ ഇങ്ങനെ സിമ്പിളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട, സംഭവം എത്രയേ ഉള്ളൂ, ഇതിനെങ്ങനെ ഹരിച്ചതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു വലിയ സംഖ്യേനെ അല്ലേ 15 കൊണ്ടാണ്, 15 കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക അല്ലേ, 16 എടുക്കുക. 16ൽ 15 എത്ര തവണയാണ് പോവുക? എത്ര 15 ഉണ്ട് 16ൽ? 1. അത് 6ൻ്റെ മീതെയിട്ട് എഴുതുക. എത്രയുള്ളത്? 1. ഇനി അതിനെന്ത് ചെയ്യണം? 1 × 15. 1 × 15 എത്രയാണ്? 15 തന്നെ. ഇനി 16ൽ നിന്ന് 15 കുറയ്ക്കുക. എത്ര കിട്ടി? 1. ഹരണം, സെയിം ഹരണം നമ്മൾ നോക്കിയാൽ മതി. 16ൽ നിന്ന് 15 കുറച്ചാൽ 1. ഇനി ഇവിടെ ഇറക്കി എഴുതാനുണ്ട്. ഓരോ സംഖ്യ ഇറക്കി എഴുതി വലിയ സംഖ്യയാക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹരിക്കുക. 14. 14ൽ 15 ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 അല്ലേ? 14ൽ 15 ഇല്ല, 0. 15 0 എനിക്ക് 0 × 15 0 0. വീണ്ടും 14 എഴുതി. ഇനി ഇവിടെ താഴത്തേക്ക് എഴുതാൻ 2നെ ഇറക്കിയിട്ടു. 142ൽ 15 എത്രയുണ്ട് എന്നുള്ളത് നോക്കാം. 142 അല്ലേ? നമുക്കറിയാം 15 × 10 150 അപ്പോൾ 142നേക്കാൾ വലിയ സംഖ്യയായി. അപ്പോൾ തൊട്ട് താഴെ എടുക്കാം 15 × 9. 15 × 9. അപ്പോൾ ഇനി ഇവിടെ എഴുതി കഴിഞ്ഞാൽ നേരെ 9 × 15 എന്ന് ഇവിടെ എഴുതണം. 9 × 15. ആ ആൻസർ ഇതിന് താഴെ എഴുതുക. 15 × 9 എത്രയാണ്? 135. അപ്പോൾ 142ൽ 15 എത്ര തവണ പോകുന്നത്? 9 തവണ. ആൻസർ എത്രയാണ്? 135. ഇനി 142ൽ നിന്ന് 135 കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ 7. 2ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല. 2ൽ 5 ഉണ്ടോ? ഇല്ല. അപ്പോൾ വലിയ സംഖ്യയ്ക്ക് ഇവിടെ 1 ഇട്ടു അല്ലേ? 12ൽ 5. 12ൽ നിന്ന് 5 കുറച്ചാൽ 7. 3ൽ നിന്ന് 3 അല്ലേ? അപ്പോൾ അവിടെ 0 ആണ്. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഒരു സംഖ്യയുടെ ഇടത് ഭാഗത്ത് 0 എഴുതിയ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 142ൽ നിന്ന് 135 കുറച്ചപ്പോൾ 7 കിട്ടി. 7 ചെറിയ സംഖ്യയാണ്. അപ്പോൾ ഇനി ഇവിടെ സംഖ്യ ഇറക്കിയിടാനുണ്ട്. 2 വരെ നമ്മൾ ഇറക്കിയിട്ട് കഴിഞ്ഞു. ഇനി 5ആണ് ഇറക്കിയിടാനുള്ളത്. അത് ഇവിടെ എഴുതി. 75ൽ 15 എത്ര തവണയാണ്? 5 തവണ. 15 × 5 എത്രയാണ്? 75. ഒന്ന് നോക്കാം. 15 ഗുണിക്കണം 5 75 കിട്ടുന്നുണ്ടോ നോക്കാം. 5 5 25 5 ശേഷം 2 5 2 7 75. ഇനി 75ൽ നിന്ന് 75 കുറച്ചാൽ 0. അപ്പോൾ 0 വരെ പോയി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഒരു കുട്ടിക്ക് എത്ര രൂപ കിട്ടും? 1095. ഈ ഒരു പ്രോസസ്സിനെയാണ് ടെക്സ്റ്റിൽ വൈഡായിട്ട് എഴുതി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കണ്ട് പേടിക്കേണ്ടതില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിങ്ങനെ ഹരിച്ചെഴുതുക. ഇനി അപ്പോൾ ഈച്ച് സ്റ്റുഡൻസ് ഗെറ്റ് 1095 അല്ലേ? ഇത്രയും രൂപയാണ് ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടുക. ഇതാണ് ആൻസർ. ഇനി അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ചോദിച്ചിട്ടുള്ളത്? ഹിയർ ലെറ്റ്സ് തിങ്ക് ഓഫ് the 16,425 rupees as 16,000 rupee note. 16,000 rupees note. 400 rupees note. 2 10 rupee notes and 5 1 rupee coins. അങ്ങനെ തന്നെയല്ലോ. ഈ ഒരു സംഖ്യേനെ നമ്മൾ പ്ലേസ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ 5 1 2 10 400 16,000. അതിനെ ഒന്ന് വേർഡ്സിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ലെറ്റ്സ് ഫസ്റ്റ് ഡിവൈഡ് 16,000 rupee നോട്ട്സ് ഈക്വലി എമംഗ് ദ 15 സ്റ്റുഡൻസ്. അങ്ങനെ ഈക്വലായിട്ട് ഷെയർ ചെയ്താണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇനി താഴെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ഡസ് ഈച്ച് ഗെറ്റ്?
അവിടെ ഒരു കുട്ടിക്ക് ഹൗ മെനി ഡസ് ഈച്ച് ഗെറ്റ്, ഒരു കുട്ടിക്ക് എത്രയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ 16,000-ൽ 16 എന്ന സംഖ്യയുണ്ട്, അതിൽ 15 എത്ര തവണയാണ്? 1. അപ്പോൾ ഹൗ മെനി ഡസ് ഈച്ച് ഗെറ്റ് എന്നുള്ളടത്ത് എന്ത് എഴുതുക? 1 അല്ലേ? 16-ൽ 15 എത്രയാണ് വന്നുള്ളത്? 1. അപ്പോൾ നമുക്ക് കിട്ടിയത് 1 ആണ്. 1000-ന് അവിടെ എത്രയാണ് വന്നത്? 1. ഹൗ മെനി ആർ ലെഫ്റ്റ്, അപ്പോഴും നമുക്ക് ലെഫ്റ്റ് ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. എത്ര ബാക്കി വന്നത്? 1. എത്ര 1000 ബാക്കിയായി വന്നു? 1000 അല്ലേ? ഇവിടെ നോക്കൂ, 1 16-ൽ നിന്ന് 15 കുറച്ചപ്പോൾ 1 ഇവിടെ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ലെഫ്റ്റ് എന്നുള്ളവർക്ക് എന്ത് കൊടുക്കുക? അവിടെയും 1 തന്നെയാണ് കൊടുക്കേണ്ടത്. ഹൗ മെനി ആർ ലെഫ്റ്റ് 1 എന്ന് എഴുതുക. ഹൗ മെനി ഡസ് ഈച്ച് ഗെറ്റ്, ഇതിൽ 1000-ൽ 16-ൽ എത്ര 15 ഉണ്ട്? അത് 1 തന്നെയാണ് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, നൗ ലെറ്റ്സ് ചേഞ്ച് ദ റിമൈനിങ് 1000 rupee നോട്ട് ഇൻ ഹൺഡ്രഡ്സ്. ഇനി ബാക്കി വന്ന 1000 നമ്മൾ 100-ലേക്ക് മാറ്റുകയാണ്. കാരണം ഇവിടെ കറക്റ്റായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ 1001 വന്നിട്ടുണ്ട്. ഇനി 100-ൻ്റെ സ്ഥാനം കൂടി ഇറക്കിയിട്ടാൽ ഇവിടെ എത്രയായി? ആ 1000 നമ്മൾ 100-ലോട്ട് മാറ്റുകയാണ്. ഈ 100-ൻ്റെ ഭാഗത്തേക്ക് അതിനെ കൊടുക്കുകയാണ്. കാരണം ഇനി 1000-ൽ നമ്മൾ ഹരണം നടത്തുന്നില്ല. അപ്പോൾ എങ്ങോട്ടാണ് പോകണത്? 100-ലോട്ട് പോകണം അല്ലേ? അപ്പോൾ 1000 rupee നോട്ട് എത്ര 100 ആയിരിക്കും? 1000. ഇനി ഇതെല്ലാം വായിക്കാം. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അതൊക്കെ ഒന്ന് നോട്ടിൽ എഴുതി വയ്ക്കുക. ഇനിയുള്ള സബ് ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 1000 rupee നോട്ട്, 1000 rupee നോട്ടിനെ എന്താക്കണം? 100 rupee നോട്ടാക്കി മാറ്റണം. 100 rupee നോട്ട് അല്ലേ? അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 100-ൽ എത്ര 0 വന്നു? ടോട്ടൽ 3 ഉണ്ട്, ഇവിടെ 2 0. അപ്പോൾ എത്രയായിരിക്കും? 100-ലേക്ക് മാറ്റുമ്പോൾ 10 അല്ലേ? 10 ആയിരിക്കും. ബാക്കിയുള്ള ഒന്നിനെ നമ്മളിവിടെ 0 ചേർത്ത് എഴുതി. ടോട്ടൽ 3 വരണം. 1000-നെ 100-ലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എത്ര 100 ഉണ്ടായിരിക്കും? 10 100. അപ്പോൾ അവിടെ എന്താ ആൻസർ വരിക? 10 എന്ന് കൊടുക്കുക. 1000 rupee നോട്ട്സ് ഈസ് ഈക്വൽ ടു 10 100 rupee നോട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടുഗദർ വിത്ത് ദ 400 rupee നോട്ട്സ് 400 rupee നോട്ട്സ് ഓൾറെഡി അറ്റ് ഹാൻഡ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി എത്ര 100 ഉണ്ട്? 400 ഇവിടെ ഉണ്ട്. കൂടാതെ ഇപ്പോൾ ഇവിടുന്ന് 1000 വന്നിട്ടുണ്ട്. 1000 മീൻസ് 1000 നമ്മൾ 100-ലേക്ക് മാറ്റിയപ്പോൾ 10 100 വന്നു. 10ഉം 14 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര മേക്സ് ഹൗ മെനി ഇൻ ഓൾ? എത്ര 100 നോട്ടാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്? 14 100 നോട്ട്. എത്രയാണ്? 14 അല്ലേ? നോക്കിയേ, എത്ര 100-ൻ്റെ നോട്ടാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്? ചോദ്യം എന്തായിരുന്നു? 1400 rupee നോട്ട്സ് അല്ലേ? വി കോൺ ഡിവൈഡ് 1400 rupee നോട്ട്സ് ഈക്വലി എമംഗ് 15 ഡസ്. അതല്ലല്ലോ ചോദ്യം. ടുഗദർ വിത്ത് ദ 400 rupee നോട്ട്സ് ഓൾറെഡി ഹാൻഡ്. നമ്മുടെ കയ്യിൽ ആകെ ഓൾറെഡി നമ്മുടെ കയ്യിൽ 400 ഉണ്ട്. ഇതാ 400 ഉണ്ട്. കൂടാതെ ആ 1000-ൽ നിന്ന് വന്ന 1 ചേർന്നോട്. അപ്പോൾ 1400 ആണ് ടോട്ടലി ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. അതുവരെ മനസ്സിലായോ? ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. കൂടാതെ ഇവിടെ ബാക്കി വന്ന 1000 നമ്മൾ 100-ലേക്ക് മാറ്റിയപ്പോൾ 10 കൂടെ ഉണ്ടായിരുന്നു 100. അപ്പോൾ 10 + 4 14 100 അല്ലേ? ഇനി എന്തെങ്കിലും ചോദ്യം അതിൽ വന്നിട്ടുണ്ടോ? ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കൂ. വി കാൺ ഡിവൈഡ് 1400 rupee നോട്ട്സ് ഈക്വലി എമംഗ് 50 അല്ലേ? 14-നെ നമ്മൾ 14 100 rupees നോട്ടിനെ നമ്മൾ 15 പേർക്ക് വീതിച്ചു കൊടുക്കണം. അപ്പോൾ എത്രയാണ് വന്നത് നോക്കാം. Thus none gets 100 rupee notes. Let's change them into tens. അതായത് അപ്പോൾ അവിടെ എന്താണ്? 14 നമ്മൾ 15 പേർക്ക് വീതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്ത് വന്നു? 0 അല്ലേ? പിന്നീട് എന്താ ചോദിച്ചിട്ടുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ 1400. ലെറ്റ്സ് ചേഞ്ച് ദം ഇൻറ്റു ടെൻസ്. 1400 rupees നോട്ട്. ഇനി ഇപ്പോൾ നമുക്കറിയാം 14 15 അപ്പോൾ നമ്മൾ 0 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ മാറ്റം വരുന്നില്ല 100-ൽ അല്ലേ? ഇനി നമുക്ക് നേരെ ഇതിനെ
1400-നെ എത്രയാക്കി മാറ്റണം? 1400 നോട്ടിനെ 10 നോട്ട്സ് ആക്കിയിട്ട് മാറ്റണം. നോക്കൂ, അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ. 1400 റുപ്പീ നോട്ട് അല്ലേ? 1400 റുപ്പീസ് നോട്ട് എത്രയായിട്ടാണ് മാറുക? 10ലേക്ക് മാറ്റുമ്പോൾ 10 റുപ്പീ നോട്ടാക്കിയിട്ട് മാറ്റണം. കാരണം ഇവിടെ 1400 റുപ്പീ നോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളെന്താണ് 0 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1400 റുപ്പീ നോട്ടിനെ ഇനി 10ൻ്റെ പോർഷനിലേക്കാണ് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? 14 × 100-നെ 10ൻ്റെ ഭാഗത്തേക്ക് കൺവേർട്ട് ചെയ്യാണ്. 10 റുപ്പീ നോട്ട്സിൻ്റെ ഭാഗത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 14 × 100 ഇവിടെ 2 പൂജ്യം വരണം അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, 10ലേക്കാണ് നമ്മളിവിടെ മാറ്റുന്നത്. ഇനി എത്ര പൂജ്യം കൂടെ ഉണ്ട്? 1 പൂജ്യം. അപ്പോൾ ഈ 14ൻ്റെ കൂടെ ഒരു 0 കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ എത്ര 10ൻ്റെ നോട്ട് നമുക്ക് വന്നു? 140 10 റുപ്പീ നോട്ടായിട്ട് മാറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 140 10 റുപ്പീ നോട്ട്സ് എന്ന് എഴുതണം. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അങ്ങനെ. എന്താണ് ചോദ്യം വന്നിട്ടുള്ളത്? 1400 റുപ്പീ നോട്ട്സ് ഈസ് ഈക്വൽ ടു എത്ര 10 റുപ്പീ നോട്ടായിരിക്കും? 1400 റുപ്പീ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്ര 10 റുപ്പീ നോട്ട്സ് ആണ്? ഇവിടെ 2 0 ഉണ്ട്. അത് നമുക്ക് 10 റുപ്പീയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അത് ഇപ്പുറത്ത് എഴുതുക. അതേ ഇൻറ്റു ഇനി ബാക്കിയുള്ള 0 ഇതിൻ്റെ കൂടെ 14ൻ്റെ ഇവിടെയുള്ള ഈ 14ൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര 10 രൂപയുടെ നോട്ട് വന്നു? 140 10 റുപ്പീ നോട്ട്സ് ആയി. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ആൻസർ ആയി. ഇനി ടുഗെദർ വിത്ത് ദ 2 10 റുപ്പീ നോട്ട്സ് അറ്റ് ഹാൻഡ്. ഇനി നമ്മുടെ കയ്യിൽ ഓൾറെഡി എത്ര 10 റുപ്പീ നോട്ട് ഉണ്ട്? 2 അല്ലേ? 10ൻ്റെ സ്ഥാനത്തുള്ളത് 2 ആണ്. കൂടാതെ ഇപ്പോൾ എത്ര എണ്ണം വന്നു? 140 10 റുപ്പീയും പിന്നീടുള്ള 2 ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതും. അങ്ങനെയെങ്കിൽ ടോട്ടൽ 10 റുപ്പീ നോട്ട് എത്രയായിരിക്കും? ടുഗദർ വിത്ത് ദ 2 10 റുപ്പീ നോട്ട്സ് അറ്റ് ഹാൻഡ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 10ൻ്റെ നോട്ടുണ്ട്. ദീസ് മേക്സ് ഹൗ മെനി 10 റുപ്പീ നോട്ട്സ് ഇൻ ഓൾ? ഇപ്പോൾ നേരത്തെ 100-ൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അല്ലേ? 100-ൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ ബാക്കി 1000-ൽ വന്നതിൻ്റെ എന്താ പറയുക ബാലൻസ് നമ്മൾ 100-ലോട്ട് മാറ്റി കൊടുക്കും. 100-ലും നമ്മൾ കറക്റ്റായിട്ട് പോയതിൽ ബാക്കി വരുന്ന എമൗണ്ടിനെ 10ലേക്ക് കൺവേർട്ട് ചെയ്യും. 10ലും ബാക്കി വരുന്നതിനെ 1s-ലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഈ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സബ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി 140 10 റുപ്പീൻ്റെ അതിൻ്റെ കൂടെ 2 കൂടിയപ്പോൾ 142 ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എത്ര 10 റുപ്പീ ഉണ്ട്? ടോട്ടൽ 10 റുപ്പീ നോട്ട് എത്രയാണ്? 142. അപ്പോൾ ആ 10 റുപ്പീസിൻ്റെ സബ് ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വരുന്നത് ഈ ദീസ് 142 10 റുപ്പീ ആയി അല്ലേ? നോട്ട്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 50. 142-നെ 15 പേർക്ക് ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കണം. ഹൗ മെനി വുഡ് ഈച്ച് ഗെറ്റ്? അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 15 അല്ലേ? 142-ൽ എത്ര 15 ഉണ്ട്? 9. എത്രയുള്ളത്? 142 രൂപ 15 പേർക്ക് വീതിക്കുമ്പോൾ 9 അല്ലേ? 15 × 9 135. എത്ര വന്നത്? അപ്പോൾ അവിടെ ആൻസർ എഴുതേണ്ടത് ഇഫ് ദീസ് 142 10 റുപ്പീ നോട്ട്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 15 ഹൗ മെനി വുഡ് ഈച്ച് ഗെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ 9 എന്ന് കൊടുക്കുക. എന്തായിരിക്കും ആൻസർ? 9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി ആർ ലെഫ്റ്റ്? ബാക്കി എത്ര അവിടെ വന്നു? 15 × 9 എന്ന് പറഞ്ഞാൽ 135 ആണ്. ബാക്കി അവിടെ എത്ര വന്നു? 7 അല്ലേ? 70. എത്ര വന്നത്? 7 ടെൻസ് വന്നു. ബാലൻസ് വന്നത് എത്രയാണ്? 7 ടെൻസ് ആണ്. ടെൻസിൻ്റെ സ്ഥാനത്തല്ലേ 7 കിടക്കുന്നത്? 7 ടെൻസ് അതായത് 70. ഈ 70-യെ ആരുടെ കൂടെ കൂട്ടണം? ഇനി നമ്മൾ 5 വൺസ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ ബാലൻസ് വരുന്നതിനൊക്കെ വൺസിൻ്റെ ഇനി ടെൻസ് കഴിഞ്ഞ് അടുത്ത വൺസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി ഇഫ് ദീസ് 10 റുപ്പീ നോട്ട്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു 1 റുപ്പീ കോയിൻസ്, 1 റുപ്പീ കോയിനായിട്ട് മാറ്റണം. അപ്പോൾ എത്ര 1 റുപ്പീ ആയിട്ട് വന്നിട്ടുണ്ടായി? ഇവിടെ 7 എന്നുള്ളത് വൺസിലേക്ക് പോകുമ്പോൾ
7 10 റുപ്പിയാണ് അല്ലേ. അത് വൺസിലേക്ക് പോകുമ്പോൾ എത്ര ആയിരിക്കും? ഇവിടെ 71 റുപ്പിയായി. 71 റുപ്പി കോയിൻ, 1 റുപ്പി കോയിൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. 71 റുപ്പി കോയിൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 71 റുപ്പി കോയിൻ. ഈ 7 എന്നതിനെ നമ്മൾ 7 കിടക്കുന്ന ടെൻസിൻ്റെ സ്ഥാനത്താണ് അല്ലേ. 70 റുപ്പീസിനെ നമ്മൾ വൺസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ 70 എത്ര ഒന്നുകളുണ്ട്? 70 അല്ലേ. അപ്പോൾ നോക്കൂ, 71 റുപ്പി കോയിനും വൺസിൻ്റെ അവിടെ എത്ര ഉണ്ട്? 70 + 5. അങ്ങനെയാണ് നമുക്ക് 75 1 റുപ്പി ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. 75 1 റുപ്പി ഇൻ ഓൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടുഗദർ വിത്ത് 5 1 റുപ്പി കോയിൻസ് ഓൾറെഡി അറ്റ് ഹാൻഡ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ 5 രൂപ വൺസ് ഉണ്ട്, 5 രൂപയുടെ കോയിൻസ് ഉണ്ട്. തൊട്ട് 10ൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് 70 ഉണ്ട്. അപ്പോൾ 70 + 5 75 ആണ് ഇപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള 1 റുപ്പി കോയിൻസ്. അങ്ങനെ 75 1 റുപ്പി കോയിൻസ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 15. ഈ 75 എത്ര 15 ഉണ്ട്? അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഉണ്ട്? ഹൗ മെനി വുഡ് ഈച്ച് ഗെറ്റ്? അപ്പോൾ എത്ര കിട്ടും? 5. എത്ര കിട്ടുക? 5 ആണ് അവിടെ ആൻസർ കൊടുക്കേണ്ടത്. 5 × 15 = 75. ഓക്കെ, അങ്ങനെ ആ സബ് ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്പേഴ്സുകൾ തമ്മിലൊന്ന് ഹരിക്കുക. ഈ തന്ന പ്രൊസീജിയറാണ് ഇവിടെ ഇങ്ങനെ ഡീപ്പായിട്ട് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക.